ബഹുമാനിയായ അധ്യക്ഷ, ബഹുമാനിയായ ഉദ്ഘാടക, ഇതിൻ്റെ എല്ലാ ബഹുമാന്യരായ നേതാക്കൾ, കടന്നു വന്ന എല്ലാ വനിതാ സഹോദരിമാർക്കും എൻ്റെ ഒരു നമസ്കാരം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് കുറേ സഹോദരന്മാരും വന്നിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടകർ, അവരോട് പ്രത്യേകം ഒരു നന്ദി അറിയിക്കാൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും അതികഠിനമായ മഴയുള്ള സമയത്ത് ഇങ്ങനെ ഒരു പൊതുകാര്യത്തിന് വേണ്ടി ഇത്രയും അധികം വനിതകളെ വിളിച്ചു കൂട്ടാൻ ഉള്ള ഒരു സാഹചര്യം, ഒരു ബുദ്ധിമുട്ട്, വളരെ ഭംഗിയായി അവരാ കാര്യം ചെയ്തു. ഒരു പൊതുകാര്യത്തിന് ഇത്രത്തോളം ആളുകൾ കടന്നു വന്നതിന് അതിനുള്ള പ്രയത്നങ്ങൾ എടുത്ത ഇതിൻ്റെ സംഘാടകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെയൊക്കെ ഞാൻ പ്രത്യേകമായി ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. അപ്പം നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്, നമ്മളെല്ലാം പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ള, അല്ലെ 60 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ള ആളുകൾക്കെല്ലാം 10,000 രൂപ എങ്കിലും എന്നൊരു വാക്ക് നിങ്ങൾ കൂടുതലും പറയുന്നുണ്ട്, കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമില്ല, 10,000 രൂപ എങ്കിലും പെൻഷൻ വേണം. ഇത് എങ്ങനെ നടക്കും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കേരളത്തിൽ 60 വയസ്സും അതിന് മുകളിലോട്ടുമുള്ള എത്ര ആളുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? 62 ലക്ഷം ആളുകളുണ്ട്. 60 വയസ്സും അതിന് മുകളിലോട്ടും 62 ലക്ഷം ആളുകൾ കേരളത്തിലുണ്ട്. കേരള ജനസംഖ്യ എന്ന് പറയുന്നത് 3,60,00,000. അതിൽ തന്നെ 62 ലക്ഷം ആളുകൾ 60 വയസ്സിനും അതിന് മുകളിലോട്ടുമുള്ള ആളുകളാണ്. ഇനി 2 ലക്ഷം അങ്ങ് വിടുക. ബാക്കി ഈ 60 ലക്ഷത്തിന് നമ്മൾ ഈ 10,000 രൂപ എങ്കിലും വേണം പെൻഷൻ തരണമെങ്കിൽ. രൂപ എത്ര വേണമെന്ന് അറിയാമോ? 60 ലക്ഷം പേർക്ക് 1 രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ 60 ലക്ഷം രൂപ വേണം. 10 രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ 6 കോടി രൂപ വേണം. 100 രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ 60 കോടി രൂപ വേണം. 1000 രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ 600 കോടി വേണം. 10,000 രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ മാസം 6,000 കോടി രൂപ വേണം. 12 മാസം കൊടുക്കണ്ടേ? 12 × 6 72,000 കോടി രൂപ വേണം നമ്മൾ ഈ പറയുന്ന ആശയം നടക്കണമെങ്കിൽ. 72,000 കോടി. ആശയം കേൾക്കുമ്പോൾ നല്ലതാണ്, പക്ഷെ 72,000 കോടി രൂപ ഉണ്ടാകണം. ഇനി സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റ്, കഴിഞ്ഞ പ്രാവശ്യം ബാലഗോപാലൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 1.82 ലക്ഷം കോടിയാണ് സംസ്ഥാനത്തിന്റെ വരുമാനം. ഈ പ്രാവശ്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലും വലിയ വ്യത്യാസമൊന്നുമില്ല. 1.82 ലക്ഷം കോടി വരുമാനം. ഇനി ചെലവ് എത്രയാണെന്നറിയോ? രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ശമ്പളവും പെൻഷനും മറ്റ് ചെലവുകളും കൂടെയുള്ള ചെലവ് നമ്മുടെ വരുമാനത്തിന്റെ 92%, അതായത് 1.675 ലക്ഷം കോടി. ജനസംഖ്യയുടെ 4% ആളുകൾക്ക് സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും എന്ന് പറയുന്നത് ജനസംഖ്യയുടെ 4%. ഏതാണ്ട് 16,33,000 പേര്. ഈ വരുമാനത്തിന്റെ 92%, 1.675 ലക്ഷം കോടി ഇവരുടെ വായിലോട്ട് പോവുക. പിന്നെ നമുക്ക് എങ്ങനെ ഇവരെടുത്ത് തരും? ഇത് ചിന്തിക്കേണ്ട വിഷയമല്ലേ? എങ്ങനെ തരും? 2 കാര്യമാണ്. ഒന്നെങ്കിൽ നമ്മുടെ വരുമാനം വർദ്ധിക്കണം. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ ഏതാണ്ട് 6 ലക്ഷം കോടിയാ സംസ്ഥാനത്തെ GDP. GDP എന്ന് പറഞ്ഞാൽ
നമ്മൾ കേരളത്തിൽ മലയാളികൾ എല്ലാം കൂടെ പണിയെടുത്ത് ഉണ്ടാക്കുന്ന തുക 6 ലക്ഷം കോടി. എന്നാൽ ഇപ്പം പറയുന്നത് 14 ലക്ഷം കോടി രൂപ സംസ്ഥാനത്തിന് GDP ഉണ്ടെന്നാണ്. അത് തികച്ചും തെറ്റാണ്. എന്താ കാര്യം എന്നറിയോ? കഴിഞ്ഞ 10 വർഷം LDF ഗവൺമെന്റ് ഒരു കണക്ക് ഓഡിറ്റ് ചെയ്തിട്ടില്ല. ഓഡിറ്റ് ചെയ്ത് കണക്ക് കൊണ്ടുവന്നിട്ടില്ല. ചുമ്മാ ഒരു ഊഹം അടിച്ചു വിടുക 14 ലക്ഷം കോടി. തെളിവ് എന്താണെന്നറിയോ? ഈ പ്രാവശ്യം VD സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം എന്ന് പറയുന്നത് 99,002 കോടിയാണ്. സംസ്ഥാനത്തെ GSTയുടെ ആവറേജ് എടുത്ത് കണക്ക് കൂട്ടി നോക്കിയാൽ ആ 99,002 കോടി രൂപ വരണമെങ്കിൽ ഒരു 7 ലക്ഷമോ 10 ലക്ഷം കോടിക്ക് താഴെ നമുക്ക് GDP ഉള്ളൂ. അതെങ്ങനെ GDP ഉണ്ടാകും? മനുഷ്യന് പണിയാൻ പറ്റും ഇവിടെ വല്ല സാഹചര്യത്തിലും? ഈ രാഷ്ട്രീയവും യൂണിയനും അതിപ്രസരം അങ്ങോട്ട് കയറിയിട്ട് നാട്ടിലുള്ള സകല സംവിധാനവും കൂട്ടിക്കെട്ടിച്ചില്ലേ? ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടോ, കൊച്ചിയിലൊരു കമ്പനിയിൽ, IT കമ്പനിയിൽ അവിടുത്തെ ആളുകളെ എല്ലാം പിരിച്ചുവിട്ടു. IT കമ്പനിയുടെ നിയമം അനുസരിച്ച് 3 മാസത്തെ പണം അവർക്ക് കൊടുത്തിട്ട് പിരിച്ചുവിടാൻ അവർക്ക് ഇന്ത്യയിൽ നിയമമുണ്ട്. ശിവൻകുട്ടിയും പിന്നെ ഉമാ തോമസും ഹൈബി ഈഡനും അവിടെ ചെന്ന് കൂടി. അവിടെ ചെന്ന് കൂടിയിട്ട് പറഞ്ഞു, ശിവൻകുട്ടി പറഞ്ഞു, ഞങ്ങൾ കൊടി പിടിക്കും, യൂണിയൻ തുടങ്ങും. ഒന്നാമത് ഈ ചുമന്ന ഓണവുമായിട്ട് എവിടെ എടുക്കുന്നോ അവിടെ ഇത് മുടിപ്പിച്ച് തേച്ച് കഴുകുള്ളത്. അവന്മാരെന്നാ കാണിക്കുന്ന അറിയാം? IT കമ്പനികൾ. അവർക്ക് ഈ നമ്മളീ പറയുന്ന പോലെ വലിയ ഉപകരണങ്ങളും സംവിധാനവും ഒന്നും അവർക്കില്ല. അവർക്ക് സൂപ്പർ സ്പീഡ് ഇന്റർനെറ്റും ലാപ്ടോപ്പും ഉള്ളൂ. അവന്മാർ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോകും. മദ്രാസിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും തെലുങ്കാനയിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ഒക്കെ IT കമ്പനിക്കാരൻ വരുമോ എന്ന് നോക്കി അവൻ കൈനീട്ടി നിൽക്കുക. അന്നേരമാണ് ഇവിടെ യൂണിയൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒടുക്കത്തെ യൂണിയൻ നമ്മുടെ നാടില്ലെന്നാക്കി. സംശയമുണ്ടോ? നിങ്ങൾ പറ. അന്നേരം അയാൾ പറയുന്നത് ഞങ്ങൾ ഇനിയും ഉണ്ടാക്കുന്നു. IT കമ്പനിക്കാരൻ അന്തസ്സായിട്ട് പോകും. ഇതിനു മുമ്പ് 2 സംഭവങ്ങൾ പറയാം. ഒന്ന്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു ഇറ്റാലിയൻ കപ്പല് വന്ന് നമ്മുടെ നാവികർക്കിട്ട് ഇടിച്ച് 2-3 പേര് മരിച്ചു. ആ സംഭവത്തിൽ അവർ മാന്യമായ പൈസ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞതാ. ഇവന്മാർ രാഷ്ട്രീയക്കാർ അവിടെ ചെന്നിട്ട് പറഞ്ഞു, അതൊന്നും വേണ്ട, ഞങ്ങൾ കേസ് നടത്തുമെന്ന് പറഞ്ഞു. അവന്മാർ ഡീസൻ്റ് ആയിട്ട് രക്ഷപ്പെട്ടു പോയി. ഇറ്റലിക്കാർ ഇടിയും കഴിഞ്ഞിട്ട് അവന്മാരും പോയി, ചത്തവന്റെ കുടുംബത്തിനും പോയി. ഇപ്പൊ ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ചെന്ന് അല്ല കൊച്ചി ചെന്ന് കൂടിയേക്കുന്നത് 3 പേര്, ഉമാ തോമസ്, ഹൈബി, പിന്നെ ശിവൻകുട്ടി. അവസാനം എന്നാ സംഭവിക്കുന്നറിയോ? ഇവന്മാര് പുറകെ കൂടെ ഒത്തുതീർപ്പി പൈസ മേടിച്ചുകൊണ്ട് പോകും. പിള്ളേരുടെ പണിയും പോകും, നാട്ടിൽ നിന്ന് ബിസിനസ്സും പോകും. അപ്പൊ എങ്ങനെ നമുക്ക് ഈ 10,000 വെച്ച് തരും? 10,000 വെച്ച് തരണമെങ്കിൽ ഒന്ന്, സംസ്ഥാനത്തിന്റെ വരുമാനം ഉയരണം. 6 ലക്ഷമോ 8 ലക്ഷമോ 10 ലക്ഷമോ കോടിയുള്ളത് ഒരു 50 ലക്ഷം കോടിക്ക് മുകളിലേക്കൊക്കെ ഉയരണം. എങ്ങനെ ഉയരും? എന്നാ കാണിച്ചുയർത്താൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പാലാ ടൗണിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളൊന്ന് കടന്നു നോക്കിയാൽ നിന്നുപോയ സ്ഥാപനങ്ങൾ എത്ര എണ്ണമാണോ? എന്തുമാത്രം പ്രസ്ഥാനങ്ങളാണ് ദിവസവും നിന്നു പോകുന്നു നിങ്ങൾ നോക്കിയേ. പുതുതായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ? ആ ബ്രില്യന്റും കൂടി ഇവിടുന്ന് നിന്നു പോയാൽ, ബ്രില്യന്റും എടപ്പറമ്പിലും കൂടെ നിന്നു പോയി കഴിഞ്ഞാൽ പാലായിൽ കച്ചവടമുള്ള ഒരു സാധനവും ഇല്ല. ഇതുപോലെ തന്നെ പേട്ടയും കാഞ്ഞിരപ്പള്ളിയും എല്ലാം. പിന്നെ എങ്ങനെ GDP കൂടും? GDP കൂടുകയല്ല, പൊമ്മഴിയുണ്ട് കേട്ടോ. എന്നാൽ പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവ് കുറയ്ക്കാന്നുള്ളതാണ്. നാട്ടുകാരൻ ഇപ്പം വരിഞ്ഞു മുറുക്കി വയറ് അങ്ങോട്ട് നട്ടലിൽ ഒട്ടുന്ന പരുവത്തിലെത്തി. ഒടുക്കത്തെ കറണ്ട് ബില്ല് 2000 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള വീട്ടുകാരന് കിട്ടുന്നത് 2 മാസം കൂടുമ്പം വരുന്നത് 3000-ന് മുകളിലോട്ടാണ്. നിങ്ങൾക്കറിയാവോ, ഇടുക്കി ഡാമില് 6 ജനറേറ്റർ വെച്ചു ആദ്യം വെച്ചതെന്ന്. അതിൽ 5 എണ്ണം 10 കൊല്ലമായിട്ട് കേടായി കിടക്കുക. ഇവിടെ വൈദ്യുത മന്ത്രിയുണ്ട്, കിന്ത്രിയുണ്ട്, കാറുണ്ട്, സെക്രട്ടറി ഉണ്ട്, പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്. ഇവന്മാർ എണ്ണ ഉണ്ടാക്കാൻ നടക്കും അവിടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 3000 രൂപ നമുക്ക് കറണ്ട് ബില്ലിട്ട് തരുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വീട്ടിൽ എത്ര കിലോ അരി വേണം മാസം? ഒരു 30 കിലോ അരി വേണോ? അതോ 20 കിലോ മതിയോ?
20 കിലോ മതി. 20 കിലോ അരി മേടിക്കണേ 1000 രൂപ മതി. കറണ്ട് ബില്ല് 1500 രൂപയ്ക്ക് മോളി മേടിക്കുവന്മാര്. എന്നാൽ നമ്മുടെ ഇവിടെയുള്ള ഇതേ സെയിം വീടിന് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിയാൽ നമുക്കിവിടെ 3000 രൂപ കറണ്ട് ബില്ലുള്ളപ്പോൾ തമിഴ്നാട്ടിൽ 600 രൂപ കറണ്ട് ബില്ലുള്ളൂ. ഇവന്മാരത് ചെയ്യണ്ടേ? നമ്മുടെ രാഷ്ട്രീയക്കാരെ എല്ലാം പെശക, അല്ലെങ്കിൽ 99% പെശക. എന്നാ ചെയ്യണം? വരുമാനം കൂട്ടാൻ പറ്റുന്നില്ല, പിന്നെയുള്ള പരിപാടി ചെലവ് കുറയ്ക്കണം. നിങ്ങൾക്കറിയാവോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് ലൈവ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത് 6 ലക്ഷം, പെൻഷൻകാര് 6.5 ലക്ഷം. ഇനി ഈയിടെ പിൻവാതിൽ 10 വർഷം കൊണ്ട് പിണറായിയും കൂട്ടരോടെ തിരികെ കയറ്റത് 1,83,000. ആൾക്കാരോർത്ത് പിണറായി ഇറങ്ങിപ്പോയി കഴിഞ്ഞ് സതീശൻ കയറി കഴിഞ്ഞപ്പോൾ ഉടനെ ഇവന്മാരെ എല്ലാം പിരിച്ചുവിടുമെന്ന്. പിരിച്ചുവിട്ടോ? ഒരുത്തനെ പിരിച്ചുവിട്ടില്ല. അതായത് ഒരു പിശാചിനെ ഇറക്കിയിട്ട് വേറൊരു ചെലുത്താനെ കയറ്റി വെച്ചു. സത്യമാണോ? അയ്യോ, നിങ്ങൾ ചുമ്മാ ചിരിച്ചിട്ട് കാര്യമില്ല. ഇത് ആരുടെ കാശാ കൊണ്ടുപോകുന്നറിയോ? ഞാനും നിങ്ങളും പണിയെടുക്കുന്ന കാശാ കൊണ്ടുപോകുന്നത്. 1-2 രൂപയൊന്നും അല്ല. 6 ലക്ഷം ഉദ്യോഗസ്ഥന്മാര്. കർണാടകത്തില് ജനസംഖ്യയുടെ 0.75% ഉദ്യോഗസ്ഥന്മാരുള്ളൂ. തമിഴ്നാട്ടിൽ ജനസംഖ്യയുടെ 0.93% ഉദ്യോഗസ്ഥന്മാരുള്ളൂ. കേരള ജനസംഖ്യയുടെ 2.5% ഉദ്യോഗസ്ഥന്മാരാ സാറുമാര്. പഞ്ചായത്തിലെ എയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെയും വില്ലേജിലെ ഉദ്യോഗസ്ഥന്മാർ. ഞങ്ങളുടെ തെറനാട പഞ്ചായത്ത്. ഞങ്ങളുടെ പഞ്ചായത്തിലെ 11 മണിയാകുമ്പോൾ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ വാതൊക്കെ സീട്ടും വലിച്ച് നിൽക്കുന്നതാണ്. 3 മണിയാകുമ്പോൾ അയാൾ തിരിച്ചു ചെല്ലും അവിടെ സീട്ടും വലിച്ചോണ്ട്. ഇപ്പൊ പിന്നെ ഇവിടെ 2.5 നേരം ഉണ്ടാക്കുന്നത് പണി. അവന് കൊണ്ട് 1 ലക്ഷം അടുത്ത് ശമ്പളം. ജനസംഖ്യയുടെ 0.75 ഏറ്റവും അത്യന്താധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഉദ്യോഗസ്ഥരെ കുറയ്ക്കാം. 0.5 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 6 ലക്ഷത്തിനെ കുറച്ചിട്ട് 2 ലക്ഷത്തിൽ താഴെയായിട്ട് കുറയ്ക്കണം. ആര് കുറയ്ക്കും? രാഷ്ട്രീയക്കാർ കുറയ്ക്കുമോ? ഇപ്പൊ തിരുവനന്തപുരത്ത് പുതിയ ആരോഗ്യമന്ത്രി ഒരു മെഡിക്കൽ കോളേജോട് തുടങ്ങുക. തിരുവനന്തപുരത്ത് എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ട്, ശ്രീചിത്തിര ആശുപത്രി ഉണ്ട്, RCC ഉണ്ട്, തിരുവനന്തപുരത്തെ ടൗണിലെ മേജർ ജനറൽ ആശുപത്രി ഉണ്ട്. ഇത് 4 അവിടെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ കിംസ് ഉണ്ട്. പോരാ, അടുത്തതും കൂടി അവിടെ ഉണ്ടാക്കുക. കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞു കേട്ടോ, അദ്ദേഹം പലവട്ടം ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരാശുപത്രിയും കൂടെ തുടങ്ങുന്നത്. നാടാണല്ലോ ഇവരൊക്കെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എന്നാൽ മെഡിക്കൽ കോളേജ് ഇല്ലാത്ത തൃശ്ശൂരുണ്ട്, അങ്ങോട്ട് പല സ്ഥലങ്ങളുണ്ട്. ഒരെണ്ണം അവിടെ കൊണ്ട് വെക്കാൻ മേലെ. അപ്പൊ കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ കിടക്കുന്നവൻ അങ്ങോട്ട് പോട്ടുന്നത് തിരുവനന്തപുരത്തിന്. ഞാൻ വിചാരിച്ചു മറ്റവന്മാര് മാറി ഇവന്മാര് കയറുമ്പോൾ ഇവന്മാർക്ക് കുറച്ചേലും ബോധം കാണുന്നു. ഉണ്ടോ? 1.83 ലക്ഷം 1,83,000 പേരെ പിൻവാതിൽ നിയമനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവന്മാരെ അന്നേരെ നോട്ടീസ് കൊടുത്ത് പിരിച്ചുവിടുന്ന ഞാൻ വിചാരിച്ചത്. പിരിച്ചൊന്നും വിട്ടില്ല. അടുത്തവരെ നിയമിക്കാൻ പോയപ്പോ. എന്നിട്ട് ഇപ്പൊ പറഞ്ഞതെന്നറിയോ? വയോജനങ്ങൾക്ക് ഒരു വകുപ്പുണ്ടാക്കി. ആരാണ്ട് കൂടെ പറഞ്ഞു. എന്നാ ഗുണം? ഒരു IAS സെക്രട്ടറി കാണും, കുറെ സ്റ്റാഫ് കാണും, കുറച്ചു പേര് വന്നിരുന്ന് ചുമ്മാ ഗെയിം കളിക്കും ഓഫീസിൽ. ഇതുകൊണ്ടൊന്നും നടക്കുകയില്ല കാര്യങ്ങൾ. നമ്മുടെ വരുമാനം കൂടുക എന്നുള്ളത് സത്യമായതുകൊണ്ട് നമ്മുടെ ചെലവ് കുറയ്ക്കണം. ചെലവ് കുറയ്ക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ നിലവിലുള്ളതിൻ്റെ ഒരു 6 ലക്ഷം ഉള്ളത് ആ 1,83,000 പിൻവാതിൽക്കാരെ പിരിച്ചുവിടണം. ഒരു മയവും ഇല്ലാതെ പിടിച്ചുവിടണം. പുതു ഒറ്റ ഒരുത്തനെ പിൻവാതിൽ നിയമിക്കരുത്. 6 ലക്ഷമുള്ള നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ 2 ലക്ഷമായിട്ട് കുറയ്ക്കണം. അയ്യോ, അന്നേരം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ കുറയ്ക്കുന്ന ഒരു സംശയമില്ലേ? ഒന്നും പേടിക്കണ്ട. ഇപ്പൊ ശമ്പളം കൊടുക്കുന്ന കടമെടുത്ത ആദ്യം ഒരു 3 മാസം കൂടുമ്പോൾ കൊടുക്കണം, പിന്നെ ഒരു 6 മാസം കൂടുമ്പോൾ കൊടുക്കണം, പിന്നെ വല്ലപ്പോഴും കൊടുക്കണം. ഇവന്മാര് കേസ് കൊണ്ട് പോയാലും കോടതി പറയുമൊന്നുമില്ല കടമെടുത്ത് ഇവന്മാർക്ക് ശമ്പളം കൊടുക്കാൻ. ഇപ്പൊ കടം എത്രയുണ്ടെന്ന് അറിയാമോ? 7 ലക്ഷം കോടി. അത് സത്യമല്ലത്. അതിന്റെ മുകളിൽ കടമുണ്ട്. ഗവൺമെന്റിന് സപ്ലൈ ചെയ്തിരിക്കുന്ന കരാറുകാർക്ക് സപ്ലയേഴ്സിന് കോടികൾ കൊടുക്കാനുണ്ട്. അതിന്റെ പലിശ വർഷം എത്ര അടയ്ക്കണമെന്ന് അറിയാമോ? 70,000 കോടി. ആ 70,000 കോടി കൊടുക്കാൻ വരുമാനം ഇല്ലാത്തതുകൊണ്ട് ലോൺ എടുക്കുക. ഈ പ്രാവശ്യം
ഈ പ്രാവശ്യം സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് പറയുക റവന്യൂ വരവ് 1,69,646 1.69 ലക്ഷം കോടി. അതിനകത്ത് സംസ്ഥാനത്തിന്റെ നികുതി 99,002 കോടി, നികുതി ഇതരം 18,070 കോടി, കേന്ദ്രത്തിൽ നിന്ന് 49,288 കോടി, മൂലധന വരവായി 57,921 കോടി. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കടമെടുക്കം കൂടെ കൂട്ടിയിട്ടാ ഈ 1.82 ലക്ഷം കോടി ഒപ്പിക്കുന്നത്. 55,000 കോടിയോളം വർഷം കടമെടുക്കുക. ഇങ്ങനെ കടമെടുത്തിട്ട് 3 മണിക്കൂറൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നത്. ഇവന്മാരെ ഇവിടെ പോറ്റേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ പറയാ, ഇന്നലെ ഞങ്ങൾ കോട്ടയത്ത് ഒരു മീറ്റിംഗ് എന്ന് പറയാം, അയാളുടെ വീടിനടുത്ത് ഒരു 2 സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒരു പ്രൊഫസറും ഒരു പ്രൊഫസറിയും. എത്രയാണെന്നറിയോ 2 പേർക്കും കൂടെ മാസം പെൻഷൻ 3 ലക്ഷം രൂപ. എന്നാ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്, തിന്നാനും മേല കുടിക്കാനും മേല, ഒന്നും ചെയ്തില്ല. ആകെ കിട്ടുന്ന പൈസ ബാങ്കിലോട്ട് കൊണ്ടിടുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതിനകത്തുനിന്ന് ഒരു 30,000 വെച്ചും 30,000 വെച്ചും 30 60,000 രൂപ. 30,000 രൂപ എത്ര പൈസ ഉണ്ട് മോളെ? പൈസ 30. ഒരു മനുഷ്യന് മാന്യമായിട്ട് പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് ജീവിക്കാൻ എന്നാ നോക്ക വേണം? 10,000 20,000. സർക്കാർ ഉദ്യോഗസ്ഥൻ ഭയങ്കരമായിട്ട് ജനത്തിനെ സേവിച്ചതല്ലേ, എത്ര വേണം? ഒരു 30,000 കൂടെ മൂടിയാനായിട്ട്. ഈ 30,000 ഇവർക്ക് കൊടുക്കുവാണേലും 30 60 പോയിട്ട് ബാക്കി 2,40,000 രൂപ ഉണ്ട്. ഈ 2,40,000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ 10,000 രൂപ വെച്ച് 24 പേർക്ക് കൊടുക്കാം. ബാക്കി പിന്നെ ഈ 40,000 രൂപ മുതൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്ത ഡ്രൈവർക്കുണ്ട് 1.25 ലക്ഷം രൂപ ശമ്പളം. അറിയാമോ? നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ സാറാണെന്നൊന്നും വിളിക്കണ്ട കേട്ടോ, അവന്മാർ വെറും കമ്പനിയാണ്. നമ്മുടെ വീട്ടിൽ ഗ്യാസും കൊണ്ട് വന്ന് തോളെ വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കണക്ഷൻ തരുന്നവന്മാരില്ലേ, അവന്മാരെ സാറാണെന്ന് വിളിക്കുമോ? അത്രേ ഉള്ളൂ ലൈൻമാന്മാര്. അത് പ്രൈവറ്റ് കമ്പനിയാണ്, വിളിക്കരുത്. ഇവനെല്ലാം സാറേ കയറാന്ന് വിളിക്കുന്നത്, ഇവരെല്ലാം നമ്മുടെ തലക്കയറി തിരങ്ങുന്നത്. നമ്മളാണ് പ്രജ, നമ്മളാ രാജാക്കന്മാർ. ഇവന്മാരെ സേവിക്കാൻ പറ്റിയിരിക്കുന്നോ അല്ലേ? നമുക്ക് ബോധം ഉണ്ടാകണം. എന്നെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നത്, എൻ്റെ വീഡിയോകൾ ഒരു മാസത്തിൽ 15-ലധികം കോടി ആളുകളാണ് കാണുന്നത്. ഒത്തിരി തെറിയും വരും താഴെ, വന്നോട്ടെ. ഞാൻ ജനത്തിനോട് ഈ കാര്യങ്ങളാണ് പറയുന്നത്. 15-ലധികം കോടി ആളുകൾ ഓരോ മാസവും വീഡിയോകൾ കാണുന്നുണ്ട്. അപ്പോ നമുക്ക് വരുമാനം കൂട്ടുക എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പൊ പിന്നെ ചെലവ് കുറയ്ക്കണം. ഉദ്യോഗസ്ഥന്മാരെ 4-1 കുറയ്ക്കണം. പെൻഷൻകാരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇവരുടെ മാത്രം ഭാര്യയ്ക്കും ഭർത്താവിനൂടെ 3 ലക്ഷം പെൻഷൻ കിട്ടുന്നതിൽ അവർക്കൊരു 30,000 60,000 കൊടുത്തിട്ട് ബാക്കി 2,40,000 രൂപ എടുത്താൽ 10,000 രൂപ വെച്ച് ഇവിടെ ഇരിക്കുന്ന 24 പേർക്ക് കൊടുക്കാം. ഇതുപോലെ ശമ്പളമുള്ള ഉദ്യോഗസ്ഥന്മാര് പെൻഷൻകാർ എത്ര പേരുണ്ടെന്നറിയാം സംസ്ഥാനത്ത്? 25 വർഷം 27 വർഷം 29 വർഷം ജോലി ചെയ്യും. ഈ പണിയെടുക്കുന്ന സമയത്ത് ഒടുക്കത്തെ വിശ്രമം കാരണം ഇവനൊന്നും ചത്തു പോകുകയില്ല. 40 വർഷമൊക്കെയാ പെൻഷൻ. ഞങ്ങൾക്ക് തെരഞ്ഞാടി അടുത്ത കാലത്ത് 99 വയസ്സുള്ള ഒരു അധ്യാപകൻ കിട്ടിയ പൈസ മുഴുവൻ ഏതാണ്ട് ബ്ലേഡ് ബാങ്കിൽ കൊണ്ട് ഇട്ടു. അവസാനം വന്നപ്പോൾ അയാളുടെ ഓർമ്മ അടിച്ചു പോയി. പൈസ ഏത് ബാങ്കിലാണ് കൊണ്ടിട്ടെന്ന് അയാൾക്കും അറിയത്തില്ല, വീട്ടുകാർക്കും അറിയത്തില്ല. വീട്ടുകാരോട് അയാൾ പറഞ്ഞിട്ടുമില്ല. അയാൾ ഓർത്തൊരു 200 വർഷം വരെ ജീവിക്കുന്നു. പൈസയും കൊണ്ട് മുത്തൂറ്റ് പോലെയുള്ള ആമ്പിള്ളേർ പോയി. വല്ല കാര്യമുള്ള കേസാണോ? ഒരു കാര്യമില്ല. അപ്പൊ ഈ 6.5 ലക്ഷം പെൻഷൻകാരിൽ നമ്മളൊരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 40,000 രൂപയൊക്കെ ഉള്ളവർക്ക് ഒരു 20,000 30,000 കൊടുത്തിട്ട് ബാക്കി ഇഞ്ഞെടുത്താൽ, അല്ലെ 50,000 ഒക്കെ പെൻഷൻ ഉള്ളവന് ഒരു 30,000 കൊടുത്തിട്ട് ബാക്കി ഇഞ്ഞെടുത്താൽ ഒരുത്തന്റെ ശമ്പളത്തിൽ നിന്ന് 2 പേർക്കുള്ള കിട്ടും. ഈ പറഞ്ഞ 3 ലക്ഷം ഉള്ളവരുടെ 2 പേർ അങ്ങനത്തെ ഒരുത്തേക്ക് എടുത്താൽ ഒരു 10-12 പേർക്ക് കൊടുക്കാനുള്ള കിട്ടും. ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 12 2 14 ഒരു 7 പേർക്ക്, അതിൻ്റെ ആവറേജ് എടുത്താൽ ഒരു 7 പേർക്ക് 10,000 രൂപ വെച്ച് ശമ്പളം കൊടുക്കാൻ അല്ലെ പെൻഷൻ കൊടുക്കാനുള്ള പൈസ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ തന്നെ പിടിക്കാം. എത്ര പേർക്കുള്ളത് പിടിക്കാമെന്നറിയാമോ? 42.5 ലക്ഷം ആളുകൾക്കുള്ളത് പിടിക്കാം. നമ്മുടെ പെൻഷൻ പറ്റി വീടുകളിൽ ഇരിക്കുന്നവരുടെ പണം ശ്രദ്ധിച്ചേ, നമുക്ക് പെൻഷൻ പറ്റി വീടുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ നിന്ന് അവർക്ക് ന്യായമായിട്ടുള്ളത് കൊടുത്തിട്ട് ബാക്കി തിരിച്ചു പിടിക്കാൻ പറ്റിയാൽ
45 ലക്ഷം നമ്മളുടെ വയോജനങ്ങൾക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 10,000 രൂപ വെച്ച് മാസം കൊടുക്കാം. വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ അവരുടെ പ്രായമുള്ളവരെ ആ ഗവൺമെന്റ് സംരക്ഷിക്കുന്നത് അവരുടെ രീതി. നമുക്കൂടെ പറ്റും. പക്ഷെ നിലവിലുള്ള ഈ സിസ്റ്റം കൊണ്ട് പറ്റുകയില്ല. ഉറപ്പാത്. ഇനി 42 ലക്ഷം പേർക്ക് ഇത് കൊടുക്കാൻ സർക്കാരിന്റെ പെൻഷൻകാരുടെ പെൻഷൻ ഒരു 20,000, ഒരു 30,000, ഒരു 50,000 ആയിട്ട് സീൽ ചെയ്താൽ മതി. ഏറ്റവും താഴെക്കിടയിലുള്ള ജോലിക്കാർക്ക് ഒരു 20-ഉം, ഇടത്തരക്കാർക്കെല്ലാം ഒരു 30-ഉം, IPS IAS പോലെയുള്ള കുഞ്ഞച്ചന്മാർക്ക് ഒരു 50-ഉം ആക്കി കൊടുത്തിട്ട് ബാക്കി പെൻഷൻ ഇങ്ങോട്ട് കട്ട് ചെയ്താൽ പെൻഷൻ സീൽ ചെയ്യണം. അതിന് ഉറപ്പുള്ള രാഷ്ട്രീയക്കാരൊന്നും കേരളത്തിലില്ല. ഉണ്ടോ? നിങ്ങൾ പറ. സതീശൻ ചെയ്യുമോ? സതീശൻ വലിയ ബുദ്ധിമാനൊക്കെയാ. എങ്ങനെ വിദഗ്ധമായിട്ട് ഊമ്പിക്കാവുന്ന 5 വർഷം കൊണ്ട് കാണിച്ചത്. ഒരു മാറ്റവും ഇല്ല. ജനാധിപത്യ രാജ്യമായതോ ഇത്രയും ധൈര്യമായിട്ടാണ് പറയുന്നത്. അല്ലെ ആദ്യത്തെ 1 വർഷം എന്നതായാലും കാണിച്ചോ ബഡ്ജറ്റില്? 5 വർഷത്തേന് തെരഞ്ഞെടുത്തതിൽ ആദ്യത്തെ 1 വർഷം പഠനം നടത്തും. പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഹൈവേയെ കുറിച്ച് പഠനം നടത്താൻ 10 കോടി. അതന്നെ ഇത് മാത്രം പഠിക്കാണ്ടിരിക്കുന്നത്. പാലായിൽ നിന്ന് എറണാകുളത്തിന് ഹൈവേ ഒക്കെ വെട്ടിയാൽ പോരെ പണ്ടെന്ന് വെച്ചിട്ട്. മരിയൻ സെന്ററിന്റെ വാതക്കൽ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന ഹൈവേ നോക്കുന്നതിന് പഠിക്കാൻ വീണ്ടും പൈസ. ഏതാ മരിയൻ സെന്ററിന്റെ വാതക്ക ഇങ്ങനെ പറഞ്ഞു തെളിഞ്ഞിരിപ്പില്ല ഒരു വഴി അതുണ്ടാക്കാൻ. ഈ ബിഷപ്പ് ഹൗസിന്റെ പുറകിൽ കൂടെ ഇങ്ങോട്ട് വരുന്ന ഈ ഏറ്റവും അവസാനത്ത് ഒരു ഹോട്ടൽ ഇരിപ്പുണ്ട്, കോമളം. അവിടെ സ്റ്റേ ആക്കിയിട്ടിരിക്കുന്ന സാധനം ഒന്ന് തല്ലി നൂർക്കാൻ പഠനം. എന്നാ കാര്യമുള്ളത്? ഈ ബസ് സ്റ്റാൻഡില്ലേ, ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, ഇവിടെ ശ്രദ്ധിച്ചേ, ഈ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ ഇവിടുത്തെ, ഈ ബസ് സ്റ്റാൻഡിന്റെ അവിടെ ലണ്ടൻ ബ്രിഡ്ജ് എന്നും പറഞ്ഞൊരു ഭണ്ഡാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അറിയാമോ? പഠിക്കാൻ. ഇപ്പൊ അടുത്ത പരിപാടി എന്നാന്നറിയോ? ഞങ്ങൾ ഈയിടെ ഒരു വിവരാവകാശം വെച്ചു ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിങ്ങൾ ടെക്നിക്കൽ സാങ്ഷൻ, സാങ്കേതിക അനുമതി ഇല്ലാതെ എത്ര രൂപ ചെലവാക്കി? വിവരാവകാശത്തിന്റെ മറുപടി വന്നെന്നറിയോ? ഞങ്ങൾ ധാരാളം പൈസ ചെലവാക്കിയിട്ടുണ്ട്, പക്ഷേ അത് എങ്ങനെയാണെന്ന് കണക്കെഴുതി സൂക്ഷിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മുനിസിപ്പാലിറ്റിക്കാരുടെ വീട്ടിലെ തറവാട്ട് സ്വത്താണോ മുനിസിപ്പാലിറ്റി? അല്ല. നിങ്ങൾക്കറിയാവോ, പാലായില് ഒരു ചെടിച്ചട്ടി, ഈ സിമെന്റ് കൊണ്ടുള്ള കോൺക്രീറ്റ് ചട്ടിക്കകത്ത് ഈ മഞ്ഞപ്പൂ ഉണ്ടാകുന്ന ഇങ്ങനെ കോളാമ്പി പോലെ നിൽക്കുന്ന ഒരു ചെടി കണ്ടിട്ടില്ലേ? അത് ഒരു ചട്ടി മേടിച്ച് ചട്ടിക്കകത്ത് ഒരു മഞ്ഞപ്പൂവുള്ള ചെടി കുത്തി വെക്കാൻ എന്നാ ചെലവ് വരും? ചേച്ചി? എത്ര രൂപ വരും? ചട്ടിക്ക് എന്നാ വിലയാവും? വേണ്ട, 100 രൂപ ആയിക്കോട്ടെ, 200 രൂപ ആയിക്കോട്ടെ. അതിനകത്തൊരു മഞ്ഞ കോളാമ്പി ഉണ്ടാകുന്ന പൂ ഉണ്ടാകുന്നതിന് എന്തേരം സ്ഥലം വേണം? എന്നാ രൂപ ഉണ്ട്? അത് ഒരു പട്ടിക്കും വേണ്ടാത്ത ചെടിയാ. അത് കൂട്ട് ചട്ടി മേടിച്ചോണ്ട് വന്ന്, ചെറിയ സിമെന്റ് ചട്ടി മേടിച്ചോണ്ട് വന്ന് ഇത് കൂട്ട് പൂ കുത്തി വെക്കുന്നതിന് പാലാ നഗരസഭയിൽ നിന്ന് ഒരുത്തൻ എഴുതിയെടുത്തത് 2000 രൂപയാ ഒരു ചട്ടിക്ക്. ഇന്നല്ല, കുറച്ച് കാലം മുമ്പ്. ഇപ്പൊ പുതിയൊരു സൂക്കേട് പാലാ നഗരസഭ തുടങ്ങിയിട്ടുണ്ട്. അറിയാവോ? നമ്മളൊരു ബിൽഡിംഗ് പെർമിറ്റിന് പോകുകയാണെങ്കിൽ നേരത്തെ അവിടുത്തെ എഞ്ചിനീയർ ഒരു ഇത് കൂട്ട് എഴുതി വെച്ചിരിക്കുക, ഒരു പരാതി. അതിന് വരുമ്പോഴേ പറയും, നിങ്ങളുടെ ആ ബിൽഡിങ്ങിനെ കുറിച്ച് ചില പരാതികൾ കിട്ടിയിട്ടുണ്ട്, പരിഹരിക്കാൻ വേണമെങ്കിൽ ലക്ഷങ്ങൾ വേണമെന്ന്. എങ്ങനെയുണ്ട് കളി? ഒറ്റ ഒരുത്തനെ ഞങ്ങളുടെ കയ്യിൽ തെളിവ് സഹിതം കിട്ടിയാൽ അവൻ ഉണ്ടെന്ന് തീരും. പറഞ്ഞതെന്നു മനസ്സിലായോ? അവനെ കയറ്റിയിരിക്കും അകത്ത്. ഞങ്ങളത് തീരുമാനിച്ച് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാവോ, ഇവിടെ ഒരു കളരിയാമാക്കൽ എന്ന് പറഞ്ഞ് പാലായിൽ ഒരു പാലമുണ്ട്, കേട്ടിട്ടുണ്ടോ? 10 കൊല്ലമായിട്ട് അസ്ഥികൂടമായിട്ട് നിൽക്കുക. ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച പ്ലാനിൽ 7 തൂണും 6 സ്ലാബും ഉണ്ടാക്കി വെച്ചപ്പോൾ എത്രയുണ്ടെന്നറിയോ? 6 തൂണും 5 സ്ലാബും. എങ്ങനെയുണ്ട്? ഇനി PWD നിയമം അനുസരിച്ച് അപ്രോച്ച് റോഡുകൾ ഉണ്ടാക്കാതെ പാലം പണിയരുതെന്ന. അപ്രോച്ച് റോഡേ ഇല്ല, പാലം പണിതു. നിങ്ങൾക്കറിയാവോ ഇത്? 9 മീറ്റർ വീതിയാ പ്ലാനേല്. ഇപ്പൊ അവസാനം എത്രയുണ്ടെന്നറിയാവോ? 7 മീറ്റർ. അതെങ്ങനെ അങ്ങനെ പോകുന്നത്? തുക ആദ്യത്തെ എസ്റ്റിമേറ്റിന്റെ ഇരട്ടി കൈമാറിയിട്ടുമുണ്ട്. അതിന്റെ കംപ്ലീറ്റ് വിവരാവകാശ രേഖകൾ ഞങ്ങളുടെ കിട്ടി. ഹൈക്കോടതി കേസ് രജിസ്റ്റർ ആകുക. 8-9 എണ്ണം പെൻഷൻ മേടിക്കല്ല, 100%. നിങ്ങൾക്കറിയാവോ ഈ ലണ്ടൻ ബ്രിഡ്ജ് എത്ര കോടി മുടക്കിട്ട് അത് രമിച്ച് തുരുമ്പിച്ച് കിടക്കുന്നു അവിടെ? ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ പെൻഷൻ തരാൻ പറ്റും?
എന്താണെന്നറിയാവോ? നമ്മുടെ ഇവിടെ 140 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഒരു മണ്ഡലത്തിൽ 1.25 ലക്ഷം 1.30 ആവറേജ് ഓട്ടമുള്ളത്. അതിൽ 1 ലക്ഷം റൗണ്ടേ ചെയ്യുള്ളൂ. ഈ 1 ലക്ഷം റൗണ്ട് ചെയ്യുന്നതിൽ ഏതാണ്ട് 140 മണ്ഡലത്തിൽ 1 ലക്ഷം വെച്ച് കൂട്ടിയാൽ 140 ലക്ഷം ആളുകളാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. ഈ 140 ലക്ഷം ആളുകളിൽ 62 ലക്ഷം പേര് ആരാ? ശ്രദ്ധിച്ചോ? ഈ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാ, നമ്മളാ. ഇനി നമ്മളുടെ നോട്ടീസിനകത്ത് ഒരു കാര്യം അടിച്ചു. അവസാനം ഇറങ്ങിയ നോട്ടീസ് ഇദ്ദേഹം എനിക്ക് അയച്ചു തന്നു. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയേക്കുന്നത്: ഗോതമ്പ് മണി നിലത്ത് വീണ് അലിയുന്നില്ലെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ കഴിയല. ഇത് വാക്യം ബൈബിളിൽ നിന്ന് എടുത്ത. നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ ഈ 62 ലക്ഷം ആളുകൾ അങ്ങ് ഒരുമിച്ചാൽ, ഞാനിപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള ആളല്ല, ഇപ്പം എനിക്ക് 55 വയസ്സാണ്. എന്നാലും നോക്കി നിൽക്കും 5 വർഷം കൂടെ പോകും, ഞാനും അതിനകത്ത് പെടുമല്ലോ. ഈ 62 ലക്ഷം ആളുകൾ ഒരുമിച്ച് അങ്ങോട്ട് ആയാലുണ്ടല്ലോ, ഒരു രാഷ്ട്രീയക്കാരനും ഓരോരുത്തരും ജയിക്കല. നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് AC ഓഡിറ്റോറിയത്തിനകത്ത് കൂടുകയും ഇടയ്ക്കിടയ്ക്ക് ടൗണിൽ കൂടെ നമ്മളിങ്ങനെ ഒരു പ്രകടനം വെക്കുകയും നമ്മളിങ്ങനെ പോവുക, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, ഇങ്ങനെയൊന്നും പോയാൽ പോരാ. ഈ ഇടതെന്ന് പറയുന്നത് പക്ക ലെഫ്റ്റാ എന്ന് പറഞ്ഞാൽ ഒരുത്തനെ ഗതി പിടിപ്പിക്കാനാ. അതാണ് ശിവൻകുട്ടി ഇപ്പോഴും പറഞ്ഞ് ഞങ്ങൾ അവിടെ പറ്റി യൂണിയൻ ഉണ്ടാക്കുന്നു. ഈ UDF എന്ന് പറയുന്നത് സെൻട്രൽ ലെഫ്റ്റാ. ഇതിന്റെ എല്ലാം ചിന്താഗതി ഒന്ന് തന്നെയാ. എന്നതാ? എങ്ങനെ ആൾക്കാരെ ഒമ്പിച്ച് ജീവിക്കാം. അതാ ഇവന്മാർ കാണിക്കുന്നത് മുഴുവൻ. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മൾ ഇതിന് മുന്നിലോട്ട് ഇറങ്ങിപ്പോണം. ഈ ഇടതുപക്ഷവും തരികയില്ല, വലതുപക്ഷവും തരികയില്ല, BJP വന്നാൽ അവനും തരികയില്ല, ഒരുത്തരും നമുക്ക് ഈ പെൻഷൻ തരികയില്ല. കാരണം ഇവരുദ്ദേശിക്കുന്നത് ഈ വീലില്ലാത്ത വണ്ടി 4 വീലും പഞ്ചറായ ഗവൺമെൻറ് ഇങ്ങനെ ഉന്തി 5 വർഷം അവിടെ ചെല്ലും. അപ്പം നമ്മൾ ഓർക്ക് ഇവനാണ്ട് ഇപ്പം തരും, ഒന്നും തരികയില്ല. അത് കഴിയുമ്പോൾ മറ്റവനെ പിടിച്ച് കയറ്റിയത്, അവനും ഒന്നും തരികയില്ല. ഈ കേരളം ഉണ്ടായ അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇതുവരെ ഇതാ സ്ഥിതി. ഇപ്പം വന്ന അവസാനം നമ്മുടെയൊക്കെ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, മിക്കവാറും ഉള്ള 90% ആളുകളുടെ മക്കൾ വെളിയിലായിരിക്കും. അതുങ്ങൾ അവിടെ എന്നാ പണിയെന്നറിയോ? എന്നാ പണി? ധൈര്യമായിട്ട് പറയാമോ? 60, 100, 120 കിലോ ഉള്ള മദാമ്മമാരെയും സായിപ്പന്മാരെയും മറച്ചിട്ട് തീട്ടം കോരി കഴുകി വിടുക. ആ കുഞ്ഞുങ്ങൾ നാണക്കേട് കൊണ്ട് ഇവിടെ പറയുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ മകനും യുകെയിലായിരുന്നു, സൈബർ സെക്യൂരിറ്റി എംടെക് കഴിഞ്ഞവനാ, വീട്ടിൽ വന്ന് നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു തീട്ടം കോരാൻ പോരട്ടെ, പോരാൻ പറഞ്ഞു. മിക്ക വീടുകളിലെ സ്ഥിതി ഇതാ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിവിടെ വരണ്ടേ? നമുക്ക് കൃഷിക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില കിട്ടണ്ടേ? ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചക്കപ്പഴത്തിന് ഓസ്ട്രേലിയയിൽ 1100 രൂപ വിലയുണ്ട്. നമ്മുടെ ഇവിടുത്തെ ചക്കപ്പഴത്തിന്, മടലും മുള്ളും ഉൾപ്പെടെ. നമ്മുടെ പ്ലാവിൻ ചോട്ടിൽ എന്തുമാത്രമാണ് കിടക്കുന്നത്? ഇതെങ്ങനെ കയറ്റി വിടും? ഗവൺമെന്റ് എങ്ങനെ മനുഷ്യനെ കളിപ്പിക്കാമെന്ന് നോക്കിയാൽ പോരാ, ഗവൺമെന്റ് അതിനു വേണ്ടി നിൽക്കണം. ഈ റംബുട്ടാൻ എന്ന് പറയുന്ന സാധനം ഇവിടെ 100 രൂപ പോലും കർഷകന് കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം US നിന്ന് വന്ന ഒരാൾ പറയാ, ഈ കുരുവും കളഞ്ഞ് അതിന്റെ തൊലിയും കളഞ്ഞ് ബാക്കിയുള്ള സാധനത്തിന് ഒരു പൗണ്ടിന് 450 ഗ്രാമിന് 2500 രൂപ വില US. ഇത് മുഴുവൻ കയറ്റിവിടുന്ന വിയറ്റ്നാം. നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് വേണം? ശക്തമായ ഒരു മൂവ്മെന്റ് ഉണ്ടാവണം. ഇന്നത്തെ ഈ മീറ്റിംഗ്, ഈ വനിതകളുടെ മീറ്റിംഗ്, ഇവിടെ തന്നെ ഒരു മൂവ്മെന്റ് ഉണ്ടാകട്ടെ. 1 ഇന്ത്യ 1 പെൻഷൻ എന്ന് പറയുന്ന ആശയം ഒറ്റ കാര്യമോ പറയുന്നുള്ളൂ, 10,000 രൂപയെങ്കിലും പെൻഷൻ തരണം. പക്ഷെ 10,000 രൂപയെങ്കിലും പെൻഷൻ തരണം എങ്കിൽ അതിന് മാന്യമായ ആർജവമുള്ളവര് ആ കസേര കയറിയിരിക്കണം. അപ്പോ ഞാൻ പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ കട്ട് ചെയ്യേണ്ട പോലെ കട്ട് ചെയ്ത് മാന്യമായിട്ട് പിടിച്ചാൽ നമ്മളിൽ ഈ 62 ലക്ഷത്തിൽ 42.5 ലക്ഷത്തിന് കൊടുക്കാനുള്ള പൈസ അവിടെ കിടപ്പുണ്ട്. ബാക്കി 12 ലക്ഷത്തിന് കൊടുക്കാനുള്ള പണം നിലവിൽ ഈ സർക്കാർ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന 2000 വെച്ചുള്ള പെൻഷൻ എടുത്താൽ ഉണ്ട്. ബാക്കി ഒരു 3 ലക്ഷം പേർക്കോ 5 ലക്ഷം പേർക്കോ കൊടുക്കാനുള്ളത് ശമ്പളം കുറച്ചാൽ മതി. ശമ്പളം കുറച്ചാൽ ഇത് ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റും.
അപ്പൊ നമ്മൾ പറയുന്ന കാര്യം നടക്കുകയില്ലാത്തതല്ല, നടക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇദ്ദേഹം എഴുതിയതിനകത്ത് പറയുന്നു, ഗോതമ്പ് വണ്ണി നിലത്ത് വീണ് അലിയുന്നില്ലെങ്കിൽ അത് ഫലം കഴിക്കുക. നമ്മൾ കരഞ്ഞാലേ നമുക്ക് പാല് കിട്ടുള്ളൂ. രാഷ്ട്രീയക്കാർ ഉദ്ദേശിക്കുന്നത് എങ്ങനെ 5 വർഷം പോകാൻ, കക്കാം നക്കാം മുക്കാം. അതിനപ്പുറത്ത് അവർക്ക് വലിയ പരിപാടിയൊന്നുമില്ല. ഞങ്ങളുടെ പഞ്ചായത്ത് തെറനാട്, അവിടെ കടുവായ ഇടാവുന്ന സൈസ് കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ വാർഡിലോട്ടും. എന്തിനാണെന്നറിയാമോ? പ്ലാസ്റ്റിക് കുപ്പിയിടാൻ. വനംവകുപ്പിന് കൊടുത്താൽ കടുവായ 3 എണ്ണത്തിന് അതിനകത്ത് കയറ്റിയിടാം. അർത്ഥമല്ല, മാന്യമായ ചില്ലറ രാഷ്ട്രീയക്കാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ പോക്കറ്റിലോട്ട് പോയി. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, കേരളത്തിലെ കട്ട് മുടിക്കുന്ന പരിപാടിയുടെ അവസാന കാലഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഗവൺമെന്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല 2 വർഷത്തിന് അപ്പുറത്തോട്ട് പോകുന്നു. ഇത് താഴെ വീഴും. 102 ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. താഴെ വീഴും ഇത്. എന്നാന്ന് ചോദിച്ചാൽ ശമ്പളം കൊടുക്കാനുള്ള പണമില്ലെന്നാകും. മനുഷ്യൻ അതുപോലെ ദാരിദ്ര്യമായി. നിങ്ങൾക്ക് 5 കൊല്ലം അല്ലെ 10 കൊല്ലം മുമ്പത്തെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഉള്ളവരാരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കിക്കേ. ഒന്ന് തിരിച്ചു നോക്കിയാണ് അനുഷ ക്യാമറ. ആരെങ്കിലും 10 കൊല്ലം മുമ്പത്തെ സാമ്പത്തിക സ്ഥിതി ഉള്ളവരാരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കിക്കേ. കണ്ടോ? ഇതാണ് സ്ഥിതി ജനത്തിന്റെ. ജനം മുറുകി 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 വയറ് കുടല് നട്ടല്ല ചെന്ന് മുട്ടിയ അവസ്ഥയായി. ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ആലോചിച്ച അവിടെയുള്ള ഇങ്ങനത്തെ മീറ്റിങ്ങുകൾ മാത്രമായി നിൽക്കാതെ ഈ 62 ലക്ഷം ആളുകൾ ഒരൈക്യം, ഒരു മുന്നണിയായ മാറിയാൽ. പണ്ട് മദനി 5000 പേരുമായിട്ട് വന്നപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ വളഞ്ഞു കുത്തുന്നു, ഓർക്കുന്നോ? 5000 പേരെ ഉള്ളായിരുന്നു. അപ്പോൾ ഈ 62 ലക്ഷം പേരുണ്ടായാൽ എന്നതായിരിക്കും സ്ഥിതി? ഇനി ഞാൻ ഇതിൻ്റെ സംഘടനാ നേതാക്കന്മാരോട് പറയട്ടെ, ഇത് ആ തലത്തിലേക്ക് ഇത് മാറണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കണം. മാസം 10000 രൂപ എങ്കിലും വേണമെന്ന് പറയുന്ന ഔദാര്യമൊന്നുമല്ല, ആവശ്യമാണ്. വീടുകളിൽ ശമ്പളമില്ലാതെ എത്ര കാലമായിട്ട് വീട്ടമ്മമാർ പണിയെടുത്തോണ്ടിരിക്കുക? ശമ്പളവും ഇല്ല, പെൻഷനും ഇല്ല. അതുപോലെ പാടത്തും പറമ്പിലും ഒക്കെ എന്തുമാത്രം പണിയെടുക്കുക നമ്മുടെ ആളുകൾ. ഇവർക്കെല്ലാവർക്കും ഇത് കിട്ടിയേ മതിയോ? ഞങ്ങളും ചില നീക്കങ്ങളൊക്കെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമാന ചിന്താഗതിക്കാരായിട്ട് ലോകം മുഴുവനുള്ള മലയാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ ഒരു 1-2 വർഷം കൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളൊരു സംഘടന സ്ഥാപിച്ചതിൻ്റെ പേര് കേരള ജനമിത്ര എന്നാണ്. ജനമിത്ര ഇപ്പം വിവിധങ്ങളായ വിഷയങ്ങൾ പൊതു താല്പര്യ ഹർജികൾ കോടതികളിൽ നടത്തിക്കൊണ്ടിരിക്കുക. കളരിയാമാക്ക പാലത്തിൻ്റെ പുറകിൽ പൈസ കൊണ്ടുപോയിട്ട് ചത്തുപോകാത്തവന്മാരെല്ലാം പിടിവീഴും. ചത്തുപോയവനെ എന്നാ ചെയ്യുമെന്ന് ഇനി നിയമവിദഗ്ധന്മാർ പറയണം. വലിയ തുക മേടിച്ചവനൊക്കെ ചത്തു. പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് പൊതു താല്പര്യ ഹർജികളും ബോധവൽക്കരണ വീഡിയോകളും, ഞങ്ങളുടെ വീഡിയോകൾ മുഴുവൻ ജനത്തിനെ ബോധവൽക്കരിക്കാനുള്ള, അങ്ങനെ മുന്നോട്ട് പോവുക. ഇതിൻ്റെ സംഘടനാ നേതാക്കന്മാരോടും പറയട്ടെ, വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടന പറയുന്ന ആവശ്യം നടക്കണമെങ്കിൽ നിങ്ങളൊരു രാഷ്ട്രീയ ശക്തിയായി തന്നെ മാറേണ്ടി വരും. അല്ലാതെ ഇവിടെ നടപ്പാകുകയില്ല. അതിലേക്ക് ഒരു ചുവടുവെപ്പായി ഇന്നത്തെ ഈ മീറ്റിംഗ് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കണക്കുകളൊക്കെ പഠിക്കുമ്പം വിഷമം കൊണ്ടും രോഷം കൊണ്ടും ചില വാക്കുകൾ ഞാൻ പിടിവിട്ട് പറയുന്നതാണ്. ഞാൻ പൊതുവെ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. പക്ഷെ നമ്മൾ ഇതിൻ്റെ കണക്കുകൾ പഠിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ 14 ലക്ഷം കോടി എന്നുള്ളത് അക്കത്തിൽ എഴുതാൻ ഇവിടെ ഇരിക്കുന്നതിൽ 99% ആളുകൾക്കും കഴിയില്ല. അത്രയും വലിയ തുകയാണ്. അതിനകത്ത് 2 ലക്ഷം 1.82 ലക്ഷം കോടി ഇട്ട് ഇവന്മാർ കളിക്കുന്നത് കുഞ്ഞു കളിയൊന്നുമല്ല കളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.